PC ജോർജ് കളിച്ച ഒരു കാർഡാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മൊത്തം കളിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്. അവിടെ തീവ്രവാദി ക്യാമ്പുകൾ രഹസ്യമായി നടക്കുന്ന വിവരമൊന്നും അവിടുത്തെ മുസ്ലിങ്ങൾ ജമായത്തൊക്കെ ചേർന്നു ഇത് നമുക്ക് അപകടമാണ്. ക്രിമിനൽ സ്വഭാവമുള്ള മുസ്ലിങ്ങളുടെ രക്ഷകനായിട്ടായിരുന്നു 2016 തെരഞ്ഞെടുപ്പിന് ശേഷം വരെയും തീവ്രവാദി രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മദനയുടെ ഗുരുനാഥനായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണേണ്ടത്. വിശ്വാസത്തിൽ ഞാൻ ക്രിസ്ത്യാനിയും സംസ്കാരത്തിൽ ഞാൻ ഹിന്ദുവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. PT ചാക്കോ മുതലുണ്ടായിരുന്ന കരുത്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ സമുദായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് KM മാണിയുടെ മരണത്തോടുകൂടി അതുമില്ലാതായി. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രൊഫസർ ജോസ് ടി പാമ്പയ്ക്കൻ. വളരെ രസകരമായ സംഭവ വികാസങ്ങളാണ് മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്രൈസ്തവരുടെ രക്ഷകനായി PC ജോർജ് അവിടെ നേരത്തെ അവതരിച്ചിരുന്നു. അരമനയിൽ മെത്രാന്മാരുടെ അടുക്കൽ പോയി കൈകൂപ്പി വണങ്ങി നിൽക്കുന്ന PC ജോർജിൻ്റെ ചിത്രം പലപ്പോഴും കണ്ട് കേരളം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോർജ് എന്നായിരുന്നു അപ്പോഴൊക്കെ ഒരു പൊതുവികാരം ഉയർന്നിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം മെത്രാന്മാർക്കെതിരെ, സഭയ്ക്കെതിരെ, ചില പുരോഹിതന്മാർക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന PC ജോർജിനാണ് കണ്ടത്. മെത്രാന്മാരിൽ ചിലർ ഊളകളാണ് എന്ന് PC ജോർജ് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. മെത്രാന്മാരെ തങ്ങളുടെ ഇംഗിതത്തിന് കിട്ടിയില്ലെങ്കിൽ അവരെ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടാണ് അപ്പൻ ജോർജ് കൈക്കൊണ്ടത്. മകൻ ഷോൺ കുറച്ചുകൂടി കടുപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെയും വേണ്ട. BJPയുടെ ഒരു ഔദ്യോഗിക ശബ്ദമായി പലരും അതിനെ തെറ്റിദ്ധരിച്ചു. എന്തായാലും ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് BJPയെ വേണ്ട എങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന് പറയാൻ ഈ ഷോൺ ജോർജും PC ജോർജും അത്രമേൽ വളർന്നു. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും 2026 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം ജാതി മത ശക്തികളുടെ ഒരു തേരോട്ടമാണ് ആയിട്ടാണ് പലരും കാണുകയും ചെയ്യുന്നത്. അതിലേറ്റവും ശ്രദ്ധാർഹമായ ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും രക്ഷകനായി കഴിഞ്ഞ 3-4 വർഷക്കാലമായി PC ജോർജും പുത്രനും അവതരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ സവിശേഷമായി കാണേണ്ട ഒരു കാര്യം. പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പിന്നോട്ട് പോവേണ്ടതുണ്ട്. PC ജോർജിൻ്റെ രാഷ്ട്രീയ ചരിത്രവും ഇതുവരെയും വായിച്ച നിലപാടുകളുമൊക്കെ തീർച്ചയായിട്ടും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾക്ക് മറ്റു സമുദായങ്ങൾക്കുമൊക്കെ എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ കഴിയൂ എന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തെ വളരെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി നിരീക്ഷിക്കുന്ന, പലപ്പോഴും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അത് പങ്കാളിത്തമുള്ള PC ജോർജിനെയൊക്കെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം നടത്തിയത് BJP ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറുവശത്ത് ഈ PC ജോർജ് പലപ്പോഴും ഇത്തരം വിചിത്രമായ നിലപാടുകൾ കൈക്കൊള്ളാറുണ്ട്. മുമ്പൊരിക്കൽ SDPI വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ PC ജോർജ് ചേർത്ത് പിടിച്ചത്. അന്ന് കേരളത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തരായ തൻ്റെ സഹോദര തുല്യരായ ആളുകൾ എന്ന് പറഞ്ഞ് SDPI ചേർത്ത് പിടിച്ച PC ജോർജ് പിന്നീട് SDPI ഒരു ഭീകരക്കൂട്ടമാണ്, മുസ്ലിം സമുദായത്തെ പോലും ഭീകരവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. എന്താണ് പിന്നീട് മുസ്ലിം സമുദായത്തോട് PC ജോർജിനുണ്ടായ പക? അതിന് സമാനമാണോ ഇപ്പോൾ ക്രിസ്ത്യൻ സഭയോടും ജോർജിൻ്റെ ഇപ്പോഴത്തെ ഈ ജോർജ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം? കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്ന PC ജോർജിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പൂഞ്ഞാർ, പാലാ നിയോജകമണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്, സ്കൂൾ രാഷ്ട്രീയം മുതൽ തുടങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അതേ സംബന്ധിച്ച് എനിക്ക് വിലയിരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് നമ്മൾ ഇന്ന് കാണുന്ന ചിത്രത്തിൽ നിന്നും വളരെ വിപരീതമാണ് പാലായിലെയും പൂഞ്ഞാറിലെയും ഒക്കെ രാഷ്ട്രീയവും സമുദായ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പാലാ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു റോമ സാമ്രാജ്യം, റോം പോലെയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതേസമയം
ഇത്രമാത്രം സാമുദായിക ധ്രുവീകരണം ഇല്ലാത്ത ഒരു സ്ഥലം പാലായാണ്. അത് അന്നല്ല, ഇന്നും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് വാസ്തവം. പുറത്ത് കാണുന്ന ചിത്രത്തിൽ നിന്നും നേരെ വിപരീതമാണ് പാലായിലെ ചിത്രം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉദാഹരണങ്ങൾ പറയാം. പാലാ സെന്റ് തോമസ് കോളേജിൽ, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കോളേജുകളിലൊന്നാണ്. ആ കോളേജിൽ 1% പോലും മുസ്ലിം വിദ്യാർത്ഥികളില്ല. പക്ഷേ പാലാ സെന്റ് തോമസ് കോളേജിൽ 1970-കളിൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ചെയർമാൻമാരായിട്ട് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും 2 മുസ്ലിം ആളുകളാണ്. പ്രധാനമായിട്ടും ഒന്ന് ഇസ്മായിൽ എന്ന് പറയുന്നയാളാണ് 1970-കളിൽ ചെയർമാനായത്. പാലാ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു കൊച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത് 0.1 മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത പാലാ സെന്റ് തോമസ് കോളേജിലെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മയിലാണ്. പിന്നീട് ഇസ്മയിൽ പാലായിലെ ഏറ്റവും പ്രമുഖനായ ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങൾ ഒട്ടുമില്ലാത്ത 10 മുസ്ലിം കുടുംബങ്ങൾ പോലും ഇല്ലാത്ത പാലായില് ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായിട്ട് ഇസ്മായിൽ വരികയും പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ ഹാറൂൺ പാലാ സെന്റ് തോമസ് കോളേജിലെ ചെയർമാനായിരുന്നു. അദ്ദേഹം പിന്നീട് എനിക്ക് തോന്നുന്നത് 1970-കളിലാണ്. അദ്ദേഹം പിന്നീട് മലബാറിലെ ഏതോ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് പോയി. അപ്പൊ അവിടെ സമുദായ അടിസ്ഥാനത്തിലല്ല ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് BJPയുടെ വിദ്യാർത്ഥി മോർച്ചയുടെ കർഷക മോർച്ചയുടെ പ്രസിഡന്റായ PJ തോമസ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. കർഷക മോർച്ചയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പാലാ സെന്റ് തോമസ് കോളേജിലെ മാഗസിൻ എഡിറ്ററായിരുന്നു, അവിടുത്തെ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്നു. അപ്പോൾ കക്ഷിയുടെ ആരുടെയും ജാതിയോ മതമോ പേരിന്റെ അറ്റമോ നോക്കിയല്ല പാലാക്കാർ ഒരിക്കലും ആളുകളെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പം പാലായില് അധിഷ്ഠാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെന്നും ആർക്കെങ്കിലും അതിന്റെ കുത്തക അവകാശമുണ്ടെന്നും ചിന്തിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. മറുവശത്ത് ഈ PC ജോർജ് കൊളുത്തിയ ഒരു മതസ്പർദ്ധ, അത് മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിന്റെ ഒരു മറ്റ് ഭാഗങ്ങളിലേക്കും ആളിക്കത്താൻ ഇടവന്നില്ലേ? PC ജോർജിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് 1980 തെരഞ്ഞെടുപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രൊഫസർ VJ ജോസഫ് അവിടെ ജയിക്കുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞ് കേന്ദ്രത്തിലെ മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയും കേരളത്തിലെ അന്നത്തെ മന്ത്രിസഭയും പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് 1980-കളിലാണ് PC ജോർജ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൂഞ്ഞാറിൽ വരുമ്പോൾ PC ജോർജ് കളിച്ച ഒരു കാർഡാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മൊത്തം കളിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്. സാമുദായികമായ ഒരു ധ്രുവീകരണവും ഇല്ലാതിരുന്ന ആ മേഖലയിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഈരാറ്റുപേട്ട അത് ചുറ്റുപാടുമുള്ളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഇവിടെ താമസിക്കും. അവിടെ മുസ്ലിങ്ങളുടെ ഒരു കോട്ട എന്ന് പറയുന്നത്. പക്ഷേ ആ സമുദായ അടിസ്ഥാനത്തിലല്ല, പ്രധാനമായിട്ട് അവർ ചെറുകിട വ്യാപാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു മുസ്ലിം സമുദായവും ക്രിസ്ത്യാനികളുമായിട്ട് അതുവരെ ഇവിടെ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും അവർ കച്ചവടക്കാരാണ്, ചെറുകിട കച്ചവടക്കാരാണ്, വലിയ കച്ചവടക്കാരല്ല. ക്രിസ്ത്യാനികളായിട്ടുള്ള ആ കാർഷിക മേഖലയിൽ ഉൾപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും വീടുകളിൽ ഇവരെ മുസ്ലിങ്ങളായിട്ട് കച്ചവടക്കാർ ചെറുക്കുമൊക്കെ ആയിട്ട് ചെന്ന് വീട്ടിൽ പോയി ചെറിയ കാർഷിക വിഭവങ്ങൾ ഓരോ വീടുകളിൽ നിന്നും വാങ്ങിച്ച് ബസ്സിന്റെ മുകളിൽ കയറ്റിയിട്ട് ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവന്ന് അത് മൊത്തമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു ആവശ്യമായിരുന്നു ഓരോ ആഴ്ചയിലും വീട്ടിൽ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകും, ഇതുകൊണ്ട് അവർ ജീവിക്കും. അങ്ങനെ ഒരു നല്ല ഒരു ബന്ധമായിരുന്നു അവിടെ. ഒരു ഏറ്റുമുട്ടലിന്റെ ഒരു സങ്കീർണതയുടെ ഒരു അവസരമൊന്നുമില്ലായിരുന്നു. പക്ഷേ പൂഞ്ഞാറിൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടി ജോർജാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങളെ സാമുദായികമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും അതിന് പിന്നിൽ നിന്ന് പറയും. 1-2 മുസ്ലിം ആളുകൾ ചിലരൊക്കെ മരിച്ചു പോയതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളാണ്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ജാതീയമായിട്ട് നമ്മുടെ രക്ഷകൻ അവിടെ ചെറിയ കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളിലും ഒക്കെ പോയി അവിടെ ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്ന എല്ലാ സമുദായത്തിലും പെട്ടവരത് പെടുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ക്രിമിനൽ കേസുകളിലൊക്കെ പെടുമ്പോൾ ഇവരെ സംരക്ഷിക്കുകയും അവരെ കൂടെ നിർത്തുകയും അവരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സൈന്യത്തെ ഉണ്ടാക്കിയെടുത്തു. SDPIയുടെ ഒരു ഫോർമേഷൻ അങ്ങനെയായിരുന്നു. അത് ഈ PDP മദനിയും ISSും ഒക്കെ വരുന്നതിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി വികലമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഈരാറ്റുപേട്ടയിലാണ്. അത് അവസാനം കോലാഹലമേടില് തീവ്രവാദി ക്യാമ്പിലെത്തുന്നിടം വരെയും വാഗമണില് മലയില് തീവ്രവാദി ക്യാമ്പിൽ കാര്യങ്ങൾ എത്തുന്നിടം വരെയും PC ജോർജ് അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്ന ആളാണ്. അവരുടെ രക്ഷകൻ എന്ന് പറയുന്നത് അവരുടെ ക്രിസ്ത്യാനികളുടെ അല്ല, അവർ തീവ്രവാദി പ്രവർത്തനത്തിൽ ഇടപെടുന്ന
അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള മുസ്ലിങ്ങളുടെ രക്ഷകനായിട്ടായിരുന്നു ആ ഒരു കാലത്ത് 2016 തെരഞ്ഞെടുപ്പിന് ശേഷം വരെയും പി സി ജോർജ് അവരുടെ രക്ഷകനാണ്. അവിടെ 2014 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായിട്ട് പി സി ജോർജ് മത്സരിച്ച് വിജയിക്കുമ്പോൾ പി സി ജോർജിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും പണവും ആൾശേഷിയും എല്ലാം വന്നത് ഈ SDPI പോലെയുള്ള തീവ്രവാദി വിഭാഗങ്ങളിൽ നിന്നാണ് വന്നത്. അവരുടെ രക്ഷകനായിരുന്നു, ക്രിസ്ത്യാനികളുടെ രക്ഷകനായിരുന്നില്ല. അല്ല, മറുവശത്ത് പിന്നീട് അവിടെയുള്ള ഈ തീവ്രവാദ സംഘടന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നിയപ്പോഴാണോ പി സി ജോർജ് ബോധപൂർവ്വം? രണ്ട് കാര്യങ്ങളാണ്. സമുദായ സംഘടനാ പ്രവർത്തനങ്ങൾ കൈവിട്ടു പോയി എന്ന് പി സി ജോർജിന് തോന്നി എന്നതിനേക്കാൾ കൂടുതൽ ഈരാറ്റുപേട്ടയിലെ സാധാരണ മുസ്ലിങ്ങൾ ഇത് തിരിച്ചറിയുന്നു. തീവ്രവാദികളെ കോലാഹലമേറ്റിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നു. സാധാരണ മുസ്ലിങ്ങളൊന്നും ഇത് അറിയുന്നില്ല, സാധാരണ ആളുകൾ ആരും ഇത് അറിയുന്നില്ല. അവിടെ തീവ്രവാദി ക്യാമ്പുകൾ രഹസ്യമായി നടക്കുന്ന വിവരമൊന്നും ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ മുസ്ലിങ്ങൾ ജമായത്തൊക്കെ ചേർന്നു ഇത് നമുക്ക് അപകടമാണ്. പോലീസ് കൃത്യമായിട്ട് ഇടപെടുന്നു, CBI ഇടപെടുന്നു, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നു, അടിച്ചമർത്തുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ മുസ്ലിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് വലിയ അപകടമാണെന്ന് അവിടുത്തെ മുസ്ലിം സമുദായം തന്നെ തിരിച്ചറിയുകയും ഈ തീവ്രവാദി വിഭാഗങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. 2016 കഴിഞ്ഞതിന് ശേഷം നടന്നൊരു പി സി ജോർജുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷനും ഈ തീവ്രവാദി പ്രവർത്തനങ്ങളും ഒക്കെ അത് അപകടകരമാണ് എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു. പി സി ജോർജിൽ നിന്ന് മുസ്ലിം സമുദായം അകലുന്നു എന്നത് വന്നു കഴിഞ്ഞപ്പോൾ നേരെ മറിച്ച് പി സി ജോർജ് അതേ കാർഡ് തിരിച്ചയക്കുന്നു, മുസ്ലിങ്ങൾ നമുക്ക് അപകടകാരിയാണ് എന്നുള്ള. പി സി ജോർജ് തീ കൊളുത്തിയത് തന്നെ പി സി ജോർജ് അണയ്ക്കുവാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് അണയ്ക്കുവാൻ കഴിഞ്ഞില്ല. 2016-18 കാലഘട്ടം നമുക്കറിയാം. കേന്ദ്രസേനയെ ഈരാറ്റുപേട്ടയിൽ വിന്യസിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവിടെ ഭീകരവിരുദ്ധ ക്യാമ്പ് സ്ഥിരമായി വേണം എന്ന നിർദ്ദേശം പോലും DGP തലത്തിലുണ്ടാവുന്നു. കേന്ദ്രം അവരുടെ IBA ഉപയോഗിച്ച് പ്രത്യേക നിരീക്ഷണ സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നു. ഈ തലത്തിലേക്ക് ഒരു പ്രാദേശിക മേഖലയെ തള്ളിയിടുന്നതിൽ അന്ന് പി സി ജോർജ് ഒരു നിർണായക പങ്ക് വഹിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ. ആ ഒരു കാര്യത്തിൽ മദനിക്കയുടെ മുൻഗാമിയാണ് അദ്ദേഹം. മദനിക്ക് അപ്പുറമാണ് അദ്ദേഹത്തിന്റെ റോള്. കേരളത്തില് തീവ്രവാദി രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മദനയുടെ ഗുരുനാഥനായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് നേരെ അദ്ദേഹം മലർത്തി വെക്കുന്നു, നേരെ തിരിച്ചു വെക്കുന്നു. അതാണ് പി സി ജോർജിന്റെ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ ഒക്കില്ല. ഇന്നെടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാട് നാളെ എടുക്കുവാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല എന്ന് മാത്രമല്ല അതൊരു വലിയ വിഭാഗത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരിക്കൽ SDPയുടെ തോളിൽ കൈയിട്ട് നടന്ന പി സി ജോർജ് പിന്നെ എങ്ങനെ BJPയുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ഇപ്പോൾ BJPയുടെ ശിരസിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു? അതാണ് എനിക്ക് ഇന്നും മനസ്സിലാകാത്തൊരു കാര്യം. ഞാൻ BJPയുമായിട്ട് എനിക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം ഒരു പാർട്ടി എന്ന നിലപാടുകളോട് ഇല്ലെങ്കിൽ പോലും ഞാൻ വളരെ നിരീക്ഷണ ബുദ്ധിയോടെ BJPയെ വിലയിരുത്തിയിട്ടുള്ള ആളാണ്. എനിക്ക് BJPക്ക് മുമ്പുള്ള ജനസംഘവുമായിട്ട് ബൽദേവ് മധോക്കിന്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ പഠിക്കുന്ന കാലത്ത് വായിക്കുന്ന ഒരു സ്വഭാവമുള്ള ബൽദേവ് മധോക്ക്. അദ്ദേഹം BJPയിൽ ആദ്യകാല നേതാവാണ്. പിന്നെ BJPയിലേക്ക് തീവ്രവാദം ഇല്ല കുറവാണെന്ന് പറഞ്ഞ് BJPയിൽ നിന്ന് ഹിന്ദു തീവ്രവാദം കുറവാണ്, ഹിന്ദുയിസത്തോട് ആത്മാർത്ഥത ഇല്ല എന്ന് പറഞ്ഞ് BJPയിൽ നിന്ന് പുറത്തുപോയ ആളാണ് ബൽദേവ് മധോക്ക്. ബൽദേവ് മധോക്കിനെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ BJPയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഭാഗവുമായിട്ടുള്ള അടുപ്പം ജനസംഘവുമായിട്ടുള്ള കോട്ടയം ബെസേലിയസ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ OM മാത്യു, അദ്ദേഹം ജനസംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ കോട്ടയത്തെ ഫെമീന എന്ന് പറയുന്ന ഒരു പാരലൽ കോളേജ്, സ്ത്രീകൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പാരലൽ കോളേജ് നടത്തിയിരുന്നു. അദ്ദേഹം കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ജനസംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഏത് കാലത്താണ് ജനസംഘമൊന്നും അധികാരത്തിന്റെ ഏകയിലൊക്കത്ത് എത്താത്തവർ BJP ഉണ്ടാവുന്നതിന് മുമ്പ് 1970 അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തെ ഞാൻ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചത്, ഞാൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഞാൻ ക്രിസ്ത്യാനിയും സംസ്കാരത്തിൽ ഞാൻ ഹിന്ദുവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു നിലപാട് ഞാൻ അംഗീകരിക്കുന്നതാണ്. ആ ഒരു നിലപാട് അത് എത്രമാത്രം ആളുകൾ അംഗീകരിക്കുന്നു, എത്ര BJPക്കാർക്ക് ആ ചിന്തയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിന്തയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വന്ന അങ്ങനെ ഞാൻ പറഞ്ഞ കർഷക മോർച്ചയുടെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് PJ തോമസ്, അദ്ദേഹം പൂഞ്ഞാറുകാരനാണ്. അദ്ദേഹം ഇപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്. അദ്ദേഹം 1-2 പ്രാവശ്യം പാർലമെന്റിലേക്ക് ഇങ്ങനെ ജോർജ് കുര്യന് ഇങ്ങനെ വളരെയേറെ ആളുകൾ ആ ഒരു കാലഘട്ടത്തില് BJPയിലേക്കും ജനസംഘത്തിലേക്കും ആകർഷത്തിലേക്കും ഒക്കെ ഒരു സാംസ്കാരികമായ കാഴ്ചപ്പാടുകളോടുകൂടി ആകർഷിക്കപ്പെട്ടവരുണ്ട്. അതിനകത്തൊരു തെറ്റുമില്ല. പക്ഷെ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ BJPയിലേക്ക് കടന്നു വന്ന ഹിന്ദുക്കളല്ലാത്ത ആളുകൾ, ഹിന്ദു ഇതര സമുദായങ്ങൾ, അവരൊക്കെ വന്നത് ശരിക്കും ഭാഗ്യാന്വേഷികൾ മാത്രമാണ്. സ്വന്തം സമുദായത്തില്, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയില്
എടുക്കാച്ചരക്കായി മാറിക്കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ അഭയം തേടി വന്ന ആളുകളാണ് ഇത്. നമ്മൾ നോക്കാം, നമ്മുടെ മുസ്ലിം ലീഗിൽ നിന്നുള്ള അബ്ദുള്ളക്കുട്ടിയായിട്ടുള്ള അബ്ദുള്ളക്കുട്ടി MP ആയിരുന്ന അബ്ദുള്ളക്കുട്ടി, കോൺഗ്രസിന്റെ പിന്നീട് MLA ആയ അബ്ദുള്ളക്കുട്ടി BJP-യിലേക്ക് പോയി. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിഴല് പോലും BJP-യിൽ ചെന്നില്ല. കേരളത്തിലെ ഓരോരാളെ പോലും അദ്ദേഹത്തിന് കൂടെ കൊണ്ടില്ലാന്നത്തില്ല. ചിലപ്പോൾ ഭാര്യയോ മക്കളോ അദ്ദേഹത്തിന്റെ കൂടെ ചെന്നറിയാം. പിന്നീട് CPM-ന്റെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിനെ നേരെ കൊണ്ടുപോയി മന്ത്രിയാക്കി. എത്ര പേര് അദ്ദേഹത്തിന്റെ കൂടെ ചെന്നു? അദ്ദേഹത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? PC തോമസ് സാഹചര്യം അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കില്ല. ആദ്യത്തെ NDAക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ MP ആണ്. അദ്ദേഹം കേന്ദ്ര മന്ത്രി സ്ഥാനം കൊടുത്തു. അദ്ദേഹം പിന്നീട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എത്ര പേരെ BJP കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞു? ടോം മടക്കൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര പേരെ BJP-യിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് നമ്മൾ വേറൊന്ന് കണ്ടു. എനിക്ക് BJP-യോടുള്ള ഒരു ആഭിമുഖ്യമല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ കഷ്ടകാലത്തും പാർട്ടിയുടെ ആരംഭകാലത്തും കഷ്ടകാലത്തും വളർച്ചയിലും എല്ലാം ത്യാഗങ്ങൾ സഹിച്ച ഒരു വലിയ വിഭാഗം ആളുകൾ നോക്കി നിന്ന് കാണുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആ കാര്യത്തിലാണ് TP സെൻകുമാറിന്റെ, അതുപോലെ തന്നെ CK പത്മനാഭന്റെ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CK പത്മനാഭന്റെയും ഒക്കെ അടുത്ത കാലത്തുള്ള പ്രസ്താവനകൾ നമ്മൾ കാണേണ്ടതുണ്ട്. അല്ല, മറുവശത്ത് ഈ ഷോൺ ജോർജിന്റെ ഒരു ബിരുദാണ് PC ജോർജിനെയും ചേർത്ത് BJP-യിലേക്ക് കയറാനും രാജീവ് ചന്ദ്രശേഖരുമായി വലിയൊരു ബന്ധം സ്ഥാപിക്കാനും ക്രിസ്ത്യൻ സഭയെ അടപടലം അടർത്തി BJP-യിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനും ഒക്കെ ഒരു പൊതു സാഹചര്യം ഒരുക്കിയത്. മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് പാലാമണ്ണിൽ തന്നെ മത്സരിച്ച് ക്രിസ്ത്യൻ സഭയെ അടിമുടി ഇളക്കാനുള്ള ഒരു ശ്രമമാണ് ഷോൺ അവിടെ നടത്തിയതും. പക്ഷെ അത് ഒരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു എന്നല്ലേ വാസ്തവം? അല്ല, കേരള ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് ഞാനും പ്രത്യേകിച്ചും കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-25 വർഷം നമുക്കൊട്ടും ആരെയും സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാലഘട്ടമല്ല അത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ സമുദായത്തിലെ പ്രത്യേകിച്ച് ഏതാണ്ട് 5-6% വരുന്നുള്ളത് സിറിയൻ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത്, ഓർത്തഡോക്സ് യാക്കോബായ, സിറോ മലബാർ, ഈ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അവർ എണ്ണത്തിൽ അത്ര കൂടുതലില്ലെങ്കിലും 5-6% ഉള്ളെങ്കിൽ പോലും കേരള സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ജീവിതത്തിൽ ഈ സമുദായം വളരെ ശക്തമാണ്. ശക്തമായ നേതാക്കന്മാർ ഈ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് ഒന്ന് ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭയിലുള്ള തമ്മിലടിയും അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലുള്ള തമ്മിലടിയും കൽദായ വിരുദ്ധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടിയും സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ഫ്രാങ്കോയെ പോലെയുള്ള മെത്രാന്മാരുടെ ഉത്സവ പ്രവർത്തനങ്ങളുമൊക്കെ ചേർന്ന് ഈ സഭ ഒരു വലിയ പരിധിവരെ ഇന്ന് വിശ്വാസികളുടെ മുന്നിൽ പോലും അപമാനിതമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ PT ചാക്കോമല്ലുണ്ടായിരുന്ന കരുത്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ സമുദായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് KM മാണിയുടെ മരണത്തോടുകൂടി അതുമില്ലാതായി. അപ്പൊ സഭ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ, പൊതുസമൂഹത്തില് രാഷ്ട്രീയമായിട്ടൊക്കെ ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. ഒരു നേതൃത്വ രാഹിത്യം എന്ന സഭയെ സംബന്ധിച്ചിട്ട് വിശ്വാസരാഹിത്യവും വന്നിട്ടുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. കർദിനാൾമാർ പോലും ഏറ്റുമുട്ടലുകളുടെ ഭാഗമാകുന്നു. മെത്രാന്മാര് പരസ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നു, ഇതുപോലെയുള്ള ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇതുപോലെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ PC ജോർജിനെ പോലെയുള്ള വീല്ല ചരക്കുകൾക്ക് അവിടെ ഒരു റോൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ. മറുവശത്ത് ദീപിക ഇപ്പോൾ വലിയൊരു വിഷയമായി നിൽക്കുന്നു. ഒന്ന്, ദീപിക പത്രത്തിനെതിരെ PC ജോർജ് മകനും അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയാണ്. ദീപിക പത്രം സഭയുടേതല്ല എന്നാണ് അവർ പ്രഘോഷിക്കുന്നത്. അതിനൊരു കഥ കൂടി അവർ ഉൾച്ചേർക്കുന്നുണ്ട്. ദീപികയുടെ ഒരു കഷ്ടകാല സമയത്ത് അന്ന് അറക്കപ്പിതാവ് ഫാരീസ് അബൂബക്കറെ വിളിച്ചു കൊണ്ടുവരുന്നു. ഫാരീസ് അബൂബക്കറും ഒരു അമേരിക്കൻ വ്യവസായിയും ചേർന്ന് അന്ന് 6 കോടി രൂപ ദീപികയ്ക്ക് മുടക്കുന്നു. പിന്നീട് സഭയ്ക്കുള്ളിൽ ഒരു വികാരമുണർന്നു. ഫാരീസ് അബൂബക്കർ സഭയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു, ദീപിക കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നൊക്കെ. ഇതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി പാല രൂപതകൾ ഒരുമിക്കുന്നു. നമുക്ക് ഇടയന്മാരുടെ അടുക്കിൽ നിന്ന് പിരിവെടുത്ത് പത്രം തിരികെ മേടിക്കാം എന്നുള്ള ഒരു ധാരണയിൽ അറക്കപ്പിതാവുമായി സംസാരിക്കുന്നു. പക്ഷേ അപ്പോൾ ഫാരീസ് അബൂബക്കറിൻ്റെ തനി നിറം കാണുന്നു. ഏകദേശം 6 കോടി രൂപ മുടക്കിയ ഫാരീസ് അബൂബക്കറും അമേരിക്കൻ വ്യവസായി അപ്പോൾ അവരോട് ചോദിച്ചത് 20 കോടി രൂപയാണ്. പിന്നീട് അത് വലിയ തർക്കമായി വളർന്നു. അപ്പോൾ PC ജോർജാണ് പരസ്യമായി ഫാരീസ് അബൂബക്കറിനെ വിരട്ടിയത്. നീ വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ എന്ന് പച്ചയ്ക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. അതിനുശേഷം ഒരു 16 കോടി രൂപയിൽ ഈ തർക്കം അവസാനിപ്പിക്കുന്നു. ക്ലിമീസ് തിരുമേനി പോലും 5 കോടി രൂപയാണ് കൊടുത്തത്. സഭ പിരിവെടുത്ത് വിവിധ രൂപതകൾ മുന്നോട്ട് വന്ന്
അങ്ങനെ ദീപികയെ തിരികെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ദീപികയെ തിരിച്ചു കിട്ടിയെന്ന 8 വാർത്ത അവർ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ദീപികയെ വീണ്ടെടുത്ത് കൊടുക്കാൻ കാരണക്കാരനായ പി സി ജോർജിനെ ഇപ്പോൾ ദീപിക തള്ളി പറയുന്നു എന്നാണ് ജോർജ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത്. അത് വൈക്കം മുഹമ്മദ് ബഷീർ പി സി ജോർജുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് രൂപം നൽകിയപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. പി സി ജോർജിന്റെ അവകാശവാദം പി സി ജോർജിന്റെ സ്വന്തമായിട്ടുള്ള അവകാശവാദം, അതിനകത്തൊന്നും ഒരു വാസ്തവമില്ല. പി സി ജോർജ് അതിനകത്ത് മുതലെടുക്കാൻ വന്നിരുന്നു എന്നുള്ളത്. പി സി ജോർജിന് അടുത്ത പ്രശ്നമേ ഉള്ളൂ. പി സി ജോർജിന് ഒരു കൊള്ളയിലും അല്ല മറ്റു കാര്യങ്ങളിലും ഒന്നും ഒരു വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല. പക്ഷെ അതിന്റെ പങ്ക് കൃത്യമായി കിട്ടിയിരിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത്. ഓരോരുത്തർ അവതരിക്കുമ്പോൾ ഇപ്പൊ സരിത സോളാർ കേസിൽ സരിത അവതരിച്ചപ്പോൾ സരിതയെ പി സി ജോർജ് സ്വാധീനിക്കുകയും സരിതയെ കൊണ്ട് ചില പേരുകൾ പറയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. സരിത വെട്ടയിലെത്തി. പിന്നീട് സ്വപ്ന സുരേഷിന്റെ കാലം എത്തിയപ്പോൾ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെടുന്നു. അല്ല, അത് പി സി ജോർജ് നമുക്ക് മണികണ്ഠനീച്ച ഇറക്കിയ ഒരു സ്വഭാവം ഉണ്ടല്ലോ. എന്തഴുക്കുണ്ടെങ്കിലും അവിടെ എത്തുന്ന ഒരു ജീവിയാണല്ലോ മണികണ്ഠനീച്ച. എന്തഴുക്ക് എവിടെയുണ്ടോ അവിടെ എല്ലാം ഓടി എത്തുന്ന ആളുകളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് പി സി ജോർജിന്റെ ഈ പ്രവർത്തികൾ ഈ കേരളത്തിൽ ദിലീപ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും കോടതി ഇപ്പം അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ വലിയ സമൂഹം അതൊരു വലിയ സംഭവമായിട്ട് കാണുന്നുണ്ട്. ദിലീപ് കേസ് ആ നടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് അന്ന് ദിലീപിനെ പരസ്യമായിട്ട് രംഗത്ത് ന്യായീകരിക്കാൻ എല്ലാ മാധ്യമങ്ങളിലും വന്ന ഒരാൾ എന്ന് പറയുന്നത് ഏക രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പി സി ജോർജ്. ഫ്രാങ്കോയെ എല്ലാ ചാനലുകളും വന്ന് ന്യായീകരിക്കുവാൻ വന്ന മറ്റേ ബിഷപ്പുകാരൊക്കെ രഹസ്യമായിട്ടൊക്കെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ രഹസ്യം ആരും എതിർത്തില്ല, പരസ്യമായിട്ട് എതിർത്തില്ല, വോട്ട് ബാങ്ക് ആണെന്നുള്ള ഒരു ധാരണയിൽ. പക്ഷെ ഫ്രാങ്കോയെ എല്ലാ ചാനലുകളിലും ന്യായീകരിക്കുവാൻ വന്ന ആള് എന്ന് പറയുന്നത് പി സി ജോർജാണ്. അന്ന് അവിടെ പീഡിപ്പിക്കപ്പെട്ട കന്യാ സഹോദരിമാരെ നീചമായ ഭാഷയിൽ അപമാനിച്ചത് പി സി ജോർജാണ്. പിന്നീട് സരിതയുടെ കേസിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സൈമാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഞാൻ അത് തുറന്നു പറയാം. ഈ ഓരോരുത്തരും കഥകൾ എഴുതി ഓരോ പേജ് ചേർത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം വന്നു കഴിഞ്ഞപ്പോൾ പി സി ജോർജിനെ ആരോടാണ് പക തീർക്കേണ്ടത്? കെ എം മാണിയോടാണ് പക. കെ എം മാണി ഇത്രയും പ്രായമൊക്കെ കെ എം മാണി കിട്ടി നിന്ന് നോക്കിയിട്ട് നടക്കില്ല. ഉടനെ കെ എം മാണിയുടെ മകനെ അതിനകത്ത് ജോസ് കെ മാണിയെ സരിതയുടെ ഡയറിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നോക്കിയിട്ട് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഇവർ തമ്മിൽ ഒരു സ്ഥലത്തും വെച്ച് കണ്ടതായിട്ട് ഒരിടത്തും കാണിക്കാൻ പറ്റില്ല എന്നിട്ട് അവസാനം കണ്ടെത്തിയ ഒരു പി സി ജോർജും സരിതയും കൂടെ കണ്ടെത്തിയ ഡയറിയിൽ എഴുതി ചേർത്താണ്. ഡൽഹി എയർപോർട്ടിൽ വെച്ച് കണ്ടു. എയർപോർട്ടിൽ വെച്ച് അവിടെ ബാത്റൂമിൽ പോയി എന്നെ റേപ്പ് ചെയ്തു എന്നുള്ള കഥയുണ്ടാക്കിയത് ഇവരുടെയൊക്കെ ഭാവനയിൽ ഉണ്ടാക്കിയതാ. ഇങ്ങനെയുള്ള ആളുകളെ BJP പോലുള്ള ഒരു പാർട്ടി എന്തിനു ചുമക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു BJP സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടരാഷ്ട്രീയ കച്ചവടമാണ് ഇത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. മറുവശത്ത് ഈ സഭയുടെ ഒരു സ്ഥിതി എന്താണ്? സഭ ഒരു നാഥനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അല്ല, സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സഭാ പ്രവർത്തനങ്ങളിൽ ഞാൻ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളിലും പ്രവർത്തിച്ചു. ഓൾ ഇന്ത്യ ഒരു കാലത്ത് കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. പിന്നീട് ബിഷപ്പ്മാർ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം ഉൾപ്പെടെ തമസ്കരിച്ച ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ എന്ന് പറയുന്നത്. തോമസ് ഐസക്കൊക്കെ അതിലൂടെ വളർന്നു വന്നതാണ്. മൈക്കിൾ തെരകൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആളുകൾ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ലെഫ്റ്റിസ്റ്റ് ഓറിയന്റേഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടന ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഞാൻ അതിന്റെ ഭാരവാഹിയായിരുന്നു. ഞാൻ KCSL എന്ന് പറയുന്ന കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൽ ഞാൻ ഭാരവാഹിയായിരുന്ന ആളുണ്ട്. ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നീട് കഴിഞ്ഞ ഒരു 10 കുറേ വർഷങ്ങളായിട്ട് സഭാ പ്രവർത്തനങ്ങളിലും അതുമായിട്ടൊന്നും ഇടപെടുന്നില്ല. വളരെ നിരാശനുമാണ്. അതേ സംബന്ധിച്ചിടത്തോളം സഭയുടെ നിലപാടുകൾ ഏറ്റവും അൺക്രിസ്ത്യൻ ഓർഗനൈസേഷനായിട്ട് കേരളത്തിലെ കത്തോലിക്ക സഭ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴുള്ളത്. മോസ്റ്റ് അൺക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഇൻ കേരള എന്ന് പറയുന്നത് കേരളത്തിലെ സീറോ മലബാർ സഭയാണ്. അതിന് പല വിഭാഗമുണ്ട്. എല്ലാ വിഭാഗവും ആ കാര്യത്തിൽ ഒന്നിനൊന്നിന് മെച്ചമാണ്. അക്കാര്യത്തിൽ പറയാതിരിക്കാൻ. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. സഭയ്ക്ക് ഇന്നൊരു നേതൃത്വ രാഹിത്യമുണ്ട്. ജനാധിപത്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ല. അല്ല, ഒരു കാലത്തും ജനാധിപത്യത്തിന്റെ പ്രശ്നമല്ലാതെ സഭ ഒരു കാലത്ത് കഴിഞ്ഞ ഒരു 20-30 വർഷം മുമ്പ് വരെയുള്ള ചരിത്രം എടുത്തു നോക്കി, 30-40 വർഷം ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു. ഞാൻ എന്റെ പഠനത്തിന്റെ ഒരു വലിയ പങ്ക് ഞാൻ കോളേജിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് ഒരു 90% പഠിച്ചിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യവട്ടത്ത് വന്നു എന്നുള്ളതല്ല, ബാക്കിയെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ. 1 രൂപ പോലും ഒരിടത്തും ഡൊണേഷനായിട്ട് ബിൽഡിംഗ് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബിൽഡിംഗ് വന്ന കാലത്തൊക്കെ അല്ലാത്ത ഫണ്ട് വാങ്ങിക്കുക, അഡ്മിഷനുമായിട്ട് ബന്ധം. അപ്പോൾ മലബാർ സഭയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അധികം പിരിവൊന്നുമില്ല. അല്ല, കുറച്ച് സ്ഥലങ്ങളിലില്ല, കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. നാളെ കോടതിയിലോ ആരോപണം ഒരു കേസിനൊന്നും നോട്ടീസിന് പോകാനും ഇല്ല. കാഞ്ഞിരപ്പള്ളിയിൽ അന്വേഷിച്ച് നോക്കിക്കൊണ്ടോ ഇല്ല എന്നുള്ളത്. ചങ്ങനാശ്ശേരിയിലില്ല, പാലായിലില്ല. പക്ഷേ കോതമംഗലത്ത് അന്വേഷിച്ച് നോക്കുള്ളൂ.
അപ്പം പല സ്ഥലത്തും ലക്ഷങ്ങളും ഇപ്പോൾ ഏതാണ്ട് കോളേജ് നിയമനത്തിൽ അത് കോടികളിലെത്തി എന്ന് മാത്രമല്ല 5-6 വർഷത്തിന് ശേഷം വരാവുന്ന റിട്ടയർമെന്റിന് അഡ്വാൻസ് ആയിട്ട് വിസ വാങ്ങിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് എല്ലാ സമുദായ സംഘടനയുണ്ട്. ഇന്നലെ സുകുമാരൻ നായർ നാളെ TV-യിൽ പറയുന്നത് ഒറ്റ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒറ്റ പൈസ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് വാങ്ങിക്കാത്തത്. നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എന്തും പരിഹാരവും ചെയ്യാം. ഞാൻ NSSലെ നിയമനങ്ങളിൽ ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത്. അതാണ് ആ സുകുമാരൻ നായരുടെ ആർഗ്യുമെന്റേ ഉള്ളൂ. അത് പാലാരൂപയിൽ വാങ്ങിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ മറ്റു ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, പോട്ടെ, അവിടെ ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പൊ സഭ ഭയങ്കരമായിട്ട് സമ്പത്ത് ആർജിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളുണ്ട്, എത്രയോ കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകളെ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും സമ്പത്ത് ഒരിടത്തുണ്ട്. ഈ നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നാണെങ്കിൽ വണ്ടി പിടിച്ച് എലിവരുകൾ പറഞ്ഞതുപോലെയാണ്. സമ്പത്ത് എവിടെ വന്നു കഴിഞ്ഞാലും കൈയിട്ട് വരാനുള്ള ആളുകൾ വരും. അതാണ് അതിന്റെ ഒരു ഇപ്പം എറണാകുളത്തെ സ്ഥലക്കച്ചവടം സഭ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അന്നത്തെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളത് നികുതി ആധാരത്തിൽ അതൊരു ഒരു റിലീജിയസ് ഓർഗനൈസേഷനൊക്കെ പരസ്യമായിട്ട് അങ്ങനെ പറയാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാർമ്മികതയൊക്കെ എവിടെ എത്തി എന്നുള്ളതാണ്. ഇപ്പൊ നഴ്സറി ക്ലാസ് മുതൽ ഈ കഴിഞ്ഞ 50 വർഷം മുമ്പ് പണിത് ഒന്നാന്തരം കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ പേരിൽ ഇന്നും ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. ഇങ്ങനെ പരസ്യ വിമർശനം ഉന്നയിക്കുമ്പോൾ സഭ വീണ്ടും ദുർബലമാവുകയല്ല. സഭ ദുർബലമാകാനൊന്നും ഇല്ലെന്നേ. സഭ ഇനി ശുദ്ധീകരിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കും, അതൊന്നും സംഭവിക്കുമെന്നില്ല. ഇത് സഭ എന്നൊക്കെ പറയുന്നത് സഭയെ ശുദ്ധീകരിക്കണമെന്ന PC ജോർജ് പറയുന്നത്. അല്ല, സഭയെ അതാണ് അത് എല്ലാ ചെറുത്താനും ഭേദഗതിയല്ലോ. ബൈബിളിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അത് സഭ എന്നുള്ളത്. സഭ ഞാനത് കത്തോലിക്ക സഭയോ ക്രിസ്ത്യ സഭയല്ല, എല്ലാവരും ഏതൊരു സംവിധാനം പാർട്ടിയാണെങ്കിലും എത്രമാത്രം സമ്പന്നവും ശക്തവുമാകുമ്പോൾ അത്രമാത്രം അതിനകത്ത് മുതലെടുപ്പിനുള്ള ആളുകൾ കടന്നു വരുമല്ല. സഭ മൊത്തം 90% ആളുകളും ത്യാഗസമ്പൂർണമായ സേവനം ചെയ്യുന്നവരാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നേതൃത്വത്തിലേക്ക് ഇന്ന് വരുന്നത് ഫ്രാങ്കോമാരാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം പലപ്പോഴും. ഇപ്പൊ പാലായെ സംബന്ധിച്ചിടത്തോളം പാലായിൽ ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. പക്ഷെ ഇപ്പോഴത്തെ പാലാ ബിഷപ്പിനെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ അവിടെ പാലാ ബിഷപ്പിനെ പറ്റി സാമ്പത്തിക ആരോപണങ്ങളൊന്നും പാലാ രൂപതയിൽ ഒരിടത്തും ഒരു അപ്പോയിന്റ്മെന്റിനും പൈസ വാങ്ങിക്കുന്നതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, വാങ്ങിക്കുന്നതായിട്ട് അറിഞ്ഞൂടെ. അതുപോലെ മറ്റില്ല. പക്ഷെ ഫ്രാങ്കോ ബിഷപ്പിനകത്ത് പാലാ ബിഷപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സഭയ്ക്കുള്ളിലുള്ള ഭിന്നതകളിലൊക്കെ ഒരു ക്രിസ്ത്യൻ നിലപാടുകൾ, അനുരഞ്ജനത്തിന്റെയോ വിട്ടുവീഴ്ചയുടെയോ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദുർഭാഷി വിദ്വേഷമൊക്കെ. സഭയ്ക്കുള്ളിൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയിൽ ഒരു കച്ചവട കണ്ണോടെ സഭാപ്രവർത്തനങ്ങൾ നടത്തിയതിൽ ഏറ്റവും പേരുദോഷം കേൾപ്പിച്ചത് നമ്മുടെ അറയ്ക്ക പിതാവ്. പക്ഷെ മറുവശത്ത് അത്തരമൊരു അറയ്ക്കൽ മെത്രാന്റെ കാലഘട്ടത്തിലല്ലേ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മരിയൻ കോളേജ് തുടങ്ങി തലയെടുപ്പുള്ള എത്ര സ്ഥാപനങ്ങളാണ് രൂപതയ്ക്കുണ്ടായത്, എത്ര ആസ്തികളാണ് ഇന്ന് ആ സഭയ്ക്കുള്ളത്. അല്ല, ഈ അറയ്ക്കൽ ബിഷപ്പിന്റെ കഴിവുകളെ പറ്റി, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനെ സംബന്ധിച്ച് ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്ന ഒരാളല്ല, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അദ്ദേഹം ദീപികയെ കൊണ്ട് അടിയറ വെച്ചതില് അന്ന് അതൊരു കച്ചവടമായിരുന്നുവെങ്കിലും ദീപിക തകർന്ന് തരിപ്പണമാകുന്നതിന് വക്കിലെത്തിയപ്പോഴാണ്. അല്ല, അതിനൊരു നമ്മളൊരു 10-30 വർഷത്തെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മളത് കാണരുത്. അതിനു മുമ്പ് ഒരു 10-30 വർഷം മുമ്പ് നമ്മൾ പിന്നോട്ട് പോയി കഴിയുമ്പോൾ ദീപിക മനോരമയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന ഒരു പത്രമാണ് കേരളത്തില്. അത്ര വലിയൊരു സ്ഥാപനത്തെ പടിപടിയായി അവിടെ ഇരുന്ന ആളുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുകയും, അതിപ്പം അണ്ണാൻ കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടതിന് ശേഷം കൈ കൊടുത്ത് രക്ഷിച്ചു എന്ന് പറയുന്നത് പോലെയുള്ളത് ഈ തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് ഒരാൾക്കല്ല, പലരിലായിരിക്കും. അത് അങ്ങനെ അത്ര സമ്പന്നമായിരുന്ന ശക്തമായിരുന്ന ഒരു സ്ഥാപനത്തെ തകർച്ചയിൽ എത്തിച്ചിട്ട് ഞാനാണ് രക്ഷിച്ചത് എന്ന് പറയുന്നത്. ആ രക്ഷിച്ചതിന് കൂട്ടാരെയാണ് പിടിച്ചത്. കേരളത്തിലെ സഭ സമ്പന്നമാണ്, സഭ വിശ്വാസികൾ സമ്പന്നമാണ്. ഈ പാരിസഭ ബേക്കറിൽ നിന്ന് പൈസ വാങ്ങിക്കുക, AKG സെന്ററിൽ നിന്ന് അയക്കുന്ന എഡിറ്റോറിയൽ AKG സെന്ററിൽ നിന്ന് അയച്ചു കൊടുക്കുക, ഈ അവസ്ഥയിലേക്ക് ഇതിലേക്ക് വന്നു. അവർ 51% ഷെയർ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് കൺട്രോൾ ഉണ്ടായി. എറണാകുളത്തെ കണ്ണായ സ്ഥലം പാരിസഭ ബേക്കറിന് അവസാനം വിട്ടുകൊടുക്കേണ്ടി വരിക, ഇതൊക്കെ ചെയ്യുന്നത്. അത് അപ്പൊ സഭയുടെ പ്രതിസന്ധി ആയിരുന്നെങ്കിൽ അന്നേ എറണാകുളത്തെ ഒന്നാം തരം പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അന്ന് വിറ്റാൽ മതിയാകാൽ പാരിസഭ ബേക്കറിന് അത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ കച്ചവട കണ്ണ് ഒരു പക്ഷേ തിരിച്ചറിയുന്നതിൽ ഒരു പരാജയം പറ്റിയിട്ടുണ്ട്. പരാജയം പറ്റി അല്ല, പല കാര്യങ്ങൾ ചെല്ലുമ്പോൾ ചിലത് പരാജയപ്പെടും. പക്ഷെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിവുകളിൽ ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത സാമർഥ്യമുണ്ട്. പക്ഷെ കഴിവ്
ഒരു ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണോ അത് വിനിയോഗിച്ചിട്ടുള്ളത്? അദ്ദേഹം വീട്ടിലോട്ട് പൈസ കൊണ്ടുവരുന്നത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അല്ലാതാനും എനിക്ക് നല്ല ബുദ്ധിമുണ്ട്. അദ്ദേഹം ഒരു പൈസ പോലും അങ്ങനെ വീട്ടിലെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ കൊണ്ടുപോയ പല ആളുകളുണ്ട്. അതിലൊന്നും അദ്ദേഹം പെടില്ല. പക്ഷെ അദ്ദേഹം പലരുടെ കയ്യിൽ ഇരയാവേണ്ടി വന്നു, അല്ലെ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എനിക്ക് തോന്നുന്നത് പാരീസ് അബൂബക്കറോ അല്ലെ അതുപോലെയുള്ള ആളുകളെ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ളതാണ് അതിൽ വന്നത്. അത് ജാഗ്രത കുറവ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ആ ജാഗ്രത കുറവിന്റെ ഒക്കെ വിലയാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും PC ജോർജിനെ കൊണ്ട് സഭയ്ക്കോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കോ യാതൊരു നേട്ടവും PC ജോർജിനെ കൊണ്ടുണ്ടാവില്ല. അതിന് ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടെന്നല്ല, എന്തോ ഒരു ആരും പറയാത്ത ഒരു ഒബ്സർവേഷൻ എന്ന് ഉള്ളത്, PC ജോർജിന്റെ മകനും PC ജോർജും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുള്ളത് KM മാണിയെയും KM മാണിയുടെ മകനെയുമാണ്. ജോസ് കെ മാണിയാണ് അപമാനിച്ചിട്ടുള്ളത്. കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന നിലയിൽ, റിമോട്ട് പോസിബിലിറ്റിയേ ഉള്ളൂ, ഒരു കാവ്യനീതി എന്ന നിലയിൽ ഷോൺ ജോർജ് പാലായിൽ പ്രവേശിക്കുകയും ചെയ്ത എല്ലാ നാടകങ്ങളുടെയും അവസാന നേട്ടം ചിലപ്പോൾ ജോസ് കെ മാണിക്കാവാം. ആവണം എന്നില്ല, പക്ഷെ ഒരു റിമോട്ട് പോസിബിലിറ്റി ഉള്ളത്. അതിൽ ഞാനൊരു വീഡിയോ നമ്പരുന്നു പോയി, ഈ KM മാണിയെ മകൻ ജോസ് കെ മാണി മർദ്ദിച്ചു എന്ന് ഞാൻ കണ്ടു, എന്നെ അപ്പം വിളിച്ചു, അവിടെ ഓടിച്ചെന്നു, കരയുന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു PC ജോർജിന്റെ ഒരു കള്ള വീഡിയോ. അത് നട്ടക്കുരുക്കാത്ത നുണയാണ്. കാരണം KM മാണിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം ജോസ് കെ മാണിയാണ്. ആരെ മർദ്ദിക്കാൻ കഴിയില്ല. ജോസ് കെ മാണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട പിതാവിനെയാണ്. അദ്ദേഹത്തെ ഒരിക്കലും മർദ്ദിക്കാനുള്ള ആർജവം എനിക്ക് ജോസ് കെ മാണിയെ പറ്റി ഞാൻ ജോസ് കെ മാണിയായിട്ട് അറിയാമല്ലോ. ജോസ് കെ മാണി ഞാൻ മനസ്സാറിന്റെ വീട്ടിലൊരു 5 വയസ്സുള്ള കാലം മതി. ഞാൻ മരങ്ങാട്ടുപള്ളി സ്കൂളിലാണ് പഠിച്ചത്. മനസ്സാറിന്റെ വീടിന്റെ പിന്നെ പ്രയാണം നടന്നുകൊണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിരിക്കുന്നു. മനസ്സാറിനെ പറ്റി എന്തെല്ലാം ആരോപണം പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരാളെ മർദ്ദിക്കാൻ കഴിയില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചത് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയൊരു ബലഹീനതയായിട്ട് ഞാൻ കാണുന്നത് ജോസ് കെ മാണിക്ക് ആ ഒരു കഴിവില്ല എന്നുള്ളതാണ്. ആ ഒരു കഴിവില്ല എന്നുള്ളതാണ്. PC ജോർജിന്റെ എതിർ ധ്രുവത്തിൽ നിൽക്കുന്ന ആളാണ് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച്. മർദ്ദിക്കേണ്ട ആളെ പോലും മർദ്ദിക്കാനുള്ള കഴിവ് ജോസ് കെ മാണിക്കില്ല എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ. അതുകൊണ്ട് പണ്ട് P ജോസഫിനൊപ്പം ഉണ്ടായിരുന്ന P ജോസഫിന്റെ കഴുത്ത് കയറി പിടിച്ച പാർട്ടിയാണ് PC ജോർജ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന പിടിച്ചു പാർട്ടി തൂക്കുമായിട്ട് കയ്യെ കൊടുക്കുന്നു. എന്നെ PC ജോർജ് കാണിച്ചിട്ട് PC ജോർജിന്റെ കാലിൽ വെട്ടുകൊണ്ട പാട് ഇതിന് പോയപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ദിവസം രാത്രിയിൽ ഒന്നിച്ച് കാറിൽ സഞ്ചരിക്കാനിടയായി. അപ്പൊ ഞാൻ മറ്റൊരാളോട് കാര്യം ചോദിച്ചു, ഇയാളുമായിട്ട് എന്താ എത്ര വിരോധം? അപ്പൊ എത്ര ഇംഗ്ലീഷ് ചീത്തോളൂ, ഒരൊറ്റമാര് മറ്റേറ്റമാരും പുള്ളി പെൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഒറ്റയ്ക്കാണെങ്കിൽ. അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ഇയാളോട് ഇത്ര, അയാളുടെ പേര് മറ്റേ പേര് ജേക്കബ് സ്വൈമാൻ അറിയാം, അയാളുടെ ബ്രദർ DSP. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങേരോട് എന്താ എത്ര, എന്റെ സീനിയറായിട്ട് പല കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് പഠിച്ച ആളുമാണ്. ഞാൻ പറഞ്ഞു അങ്ങേരോട് എന്താ, എന്റെ സമ്പന്ന ഒരു ഫാമിലിയാ, അയാളോട് എന്താ ഇത്ര നിങ്ങൾ വിരോധം? രണ്ടുപേരും കള്ള കൊണ്ടു തരാം. അവൻ എന്നെ കൊണ്ട് എന്റെ കാല് വെട്ടിച്ചതാ. എന്തുകൊണ്ട് എന്റെ കാല് ഞാൻ പാല് കാണിക്കുക, എന്നെ വെട്ടിച്ചതാണ്. അപ്പൊ അവൾ ഒരു 10-26 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം. അപ്പൊ PC ജോർജിന്റെ ഒരു പശ്ചാത്തലം. അപ്പൊ ജോസ് കെ മാണി നട്ടാ കൊടുക്കാത്ത കഥകൾ ഉണ്ടാക്കി ഇതൊക്കെ. പക്ഷെ ഇതൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. കേരളത്തിലെ എല്ലാ ചുവരുകൾക്ക് പോലും ചെവിയുണ്ടെന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. പക്ഷെ ചുവരുകൾക്ക് അപ്പുറവും ചെവിയുള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാ മീഡിയയും എല്ലാവരും ടോട്ടലി എക്സ്പോസ്ഡ്. ആർക്കും ഒന്നും മറച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. പക്ഷെ എന്തിനാണ് ഈ അതിനകത്ത് ഏറ്റവും വലിയൊരു സഭയെ രക്ഷിക്കാനെത്തിയ PC ജോർജ് അല്ല എനിക്ക് ഭാവിയെ പറ്റി ആ സഭയെ സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടെ പ്രതീക്ഷയാണുള്ളത് കേട്ടോ. ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ ആളുകളെല്ലാം മനസ്സിലാക്കി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് മൂടി വെച്ച് എത്ര മൂടി വെക്കാൻ കഴിയും? ഈ കള്ളത്തരങ്ങളെല്ലാം മൂടി വയ്ക്കുന്നതിനേക്കാൾ പുറത്തു വരട്ടെ. തെറ്റ് ഏതൊരു ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാത്തവർ വരും. മോശമായിട്ട് ആളുകൾ വരുമ്പോൾ നല്ല ആളുകൾ രംഗത്തേക്ക് വരും. അതേ ഉള്ളൂ അതിനകത്ത്. ഇപ്പൊ ഒരു യാദവകുലം പോലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഒരു സമൂഹമാകുമ്പോ NSS എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, പിന്നെ ക്രിസ്ത്യൻ സമൂഹം കുറച്ചുകൂടെ വിദ്യാഭ്യാസത്തിലും മറ്റുള്ളതിലൊക്കെ മുൻപിലായതുകൊണ്ട് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആണെന്നുള്ളതേ ഉള്ളൂ. വളരെ നല്ല വിദ്യാഭ്യാസ ആതുര സേവന മേഖലകളിൽ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു ഉന്നതിയിൽ നിന്ന് താഴോട്ട് വീഴുമ്പോഴാണ് അതിന്റെ ഒരു പതനം നമുക്ക് വലുതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നിനേക്കാൾ മോശമെന്നൊന്നും ഞാൻ വീക്ഷിക്കുന്നില്ല. പക്ഷെ ആ പാതയിൽ നിന്ന് മാറേണ്ടതുണ്ട്. നമ്മളെ യുവാക്കളോട്, നമ്മുടെ മക്കളോട്, ചെറുപ്പക്കാരോട് നമ്മളെ പേഴ്സണലി അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും പള്ളിയിൽ പോകുന്ന കാര്യം, സഭയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിനൊക്കെയാണ് പോകുന്നത്. കണ്ടില്ലേ വീഡിയോ ഇന്നലെ കണ്ടില്ലേ? ഇതാണ് ചോദിക്കുന്നത്. ഇതിനാണോ ഞങ്ങൾ പോകേണ്ടത്? അവിടെ പോയി അടി ഉണ്ടാക്കാനാണ്? ഇതാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ജീവിതം ഉണ്ട്, ഞങ്ങൾക്ക് ആത്മീയതയുണ്ട്, വിശ്വാസമുണ്ട്. അതൊക്കെ ഞങ്ങളുടെ, അതുകൊണ്ട് ആരും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അടി ഉണ്ടാക്കാനൊന്നും. എന്തായാലും സഭയെ
രക്ഷിക്കാനിറങ്ങിയ പി സി ജോർജിന്റെ മറ്റു ചില കഥകൾ കൂടി പാലാ ഈരാറ്റുപേട്ട ഭാഗത്തുള്ളവർ പറയും. ഒരു ഉദാഹരണത്തിന് പോത്തിന്റെ തലവെട്ടി അതിൽ കൂടോത്രം ചെയ്യുന്ന പി സി ജോർജിന്റെ കഥകൾ. എന്തായാലും അല്ല, പി സി ജോർജ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു വലിയ ജനം എന്തും ചെയ്യും. രണ്ട് പി സി ജോർജ് ഭയങ്കര രക്ഷകനായിട്ട് കാണുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് കേട്ടോ. അത് വലിയൊരു സംഭവം. അങ്ങനെ ഒരു വിഭാഗത്തെ വിശ്വസിപ്പിക്കാൻ പുള്ളിക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പിടിച്ചേക്കാനൊക്കെ ഇല്ലോ അതില്ല. അതുകൊണ്ടാണ്. പക്ഷേ അതിന്റെ ഒക്കെ ഒരു കാലം പരിസമാപ്തിയാണ് എന്നുള്ളതിന് അത് ഈ ഒരു പി സി ജോർജ് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ ങ്ങളുടെ ഒരു കാലം കഴിഞ്ഞു. പൊളിറ്റിക്സ് കുറച്ചുകൂടി വിലയിരുത്തപ്പെടുന്ന ജനം കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഒക്കെ പൊളിറ്റിക്സിലേക്ക് വരും പേഴ്സണലി. അല്ലാതെ ഏത് പാർട്ടി കെട്ടിയൊക്കെ കഴിഞ്ഞാലും ആരും തലയിൽ എടുക്കാനൊന്നും. വളരെ നന്ദി പ്രൊഫസർ ജോസ് ടി പാമ്പയ്ക്കൽ. നന്ദി, നമസ്കാരം.